കൊല്ലത്ത് നിന്ന് അരുൺ രാജ് തുടരുകയാണ്. അരുൺ രാജ്, ഈ നിലവിലെ അവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ? പലരും അദ്ദേഹവുമായി വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എന്നുള്ളതാണ് എഫ്ഐആർ പരിശോധിച്ച നടപടിയിലേക്ക് പോകാം എന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ കൊല്ലം നിലമേലിൽ പ്രതിഷേധം തുടരുകയാണ് ഗവർണർ. കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി ഗവർണറുടെ പ്രതിഷേധം തുടർന്നിട്ട്. അവിടെ എത്തിയ തനിക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർ 50ഓളം SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധത്തിനായി എത്തിയിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധം മുൻകൂട്ടി കണ്ട് തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് അറിയിക്കുകയും അതിനുവേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യാൻ പോലീസിനായില്ല എന്നാണ് ഗവർണറുടെ ആരോപണം. ഈ ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹം റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം FIRന്റെ കോപ്പി അദ്ദേഹത്തിന് നേരിട്ട് വേണം. ആർക്കെതിരെയൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്, കേസെടുക്കുമ്പോൾ അതിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്, ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. ആ വ്യക്തത വന്നെങ്കിൽ മാത്രമേ അവിടെ നിന്ന് മാറൂവെന്നാണ് ഗവർണറുടെ നടപടി. ഇതിനോടകം തന്നെ ഈ 1.5 മണിക്കൂറിനിടെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള അനുനയ ശ്രമങ്ങളുണ്ടായി. DGP അടക്കം അദ്ദേഹവുമായി സംസാരിച്ചു. ഇതിനിടെ രാജ്ഭവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഈ വിഷയത്തിൽ പരാതി നൽകി എന്നാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങളുമായി അരുൺ രാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ആരൊക്കെയാണ് ഗവർണറുമായി സംസാരിക്കുന്നത്? ഏത് രീതിയിലുള്ള അനുനയ ശ്രമങ്ങളാണ് നടക്കുന്നത്? ഇതിനൊരു പരിഹാരമാകുമോ ഉടൻ? 1.5 മണിക്കൂറിലേറെ ആയല്ലോ ഇതിപ്പോൾ. FIRന്റെ പകർപ്പടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 13 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 13ാമത്തെ വ്യക്തി കണ്ടറിയാവുന്ന ഒരാൾ എന്നുള്ളതാണ്. ആസിഫ്, അതുപോലെ തന്നെ ഫയാസ്, അരവിന്ദ്, വിഷ്ണു, അഭിജിത്ത്. പോലീസിന്റെ FIR ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. IPC സെക്ഷൻ 143, 144, 147, 283, 357, 124, അതായത് സംഘടിക്കുക, പ്രതിഷേധിക്കുക, സുരക്ഷാ പ്രശ്നം, അതായത് ഗവർണർക്ക് നേരെയുള്ള അല്ലെങ്കിൽ ഈ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഒരു സുരക്ഷാ വീഴ്ച, അത് കൃത്യമായി തന്നെ പോലീസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള വകുപ്പുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് ഗവർണറുമായി ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിക്കും. ഇതിനുശേഷമായിരിക്കും ഗവർണറുടെ നിലപാട്, ഇക്കാര്യത്തിൽ എന്ത് വേണം എന്നുള്ള നിലപാട് ഗവർണർ സ്വീകരിക്കുക. ഈ വകുപ്പുകളാണോ താൻ, അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞത് നിസ്സാര വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ ശ്രമമെങ്കിൽ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതിൽ ഗവർണർ ഒരു മുൻപോട്ടുള്ള നിർദ്ദേശം അത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ അന്യായമായി സംഘടിക്കുക, അതിന് ഇപ്പോൾ 143 IPC സെക്ഷൻ 143 പ്രകാരം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സംഘടിച്ച് പ്രതിഷേധിക്കുക, അത് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് കൂടിയുള്ള കേസ് പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് മാരകായുധങ്ങളടക്കം കയ്യിൽ വെച്ചു, അത് ആംഡ് വെപ്പൺസ്, അത് ആംഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ചർച്ചയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന്. അങ്ങനെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ FIR ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. ഗവർണറുടെ ശക്തമായ നിലപാടിനെ തുടർന്നാണ് വേഗത്തിൽ FIR ഇട്ട് പോലീസിന്റെ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അരുൺ, ഈ FIR പുറത്തു വരുമ്പോൾ അതിന്റെ കോപ്പി ലഭ്യമായിട്ടുണ്ടോ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് അറിയാനായിട്ടുണ്ടോ? FIRന്റെ പകർപ്പ് പോയി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഓഫീസ് വാട്സപ്പിലേക്ക് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ അന്യായമായി സംഘടിക്കുക, അന്യായമായി സംഘടിച്ചുകൊണ്ട് ഈ കൂട്ടം കൂടുക, അതുപോലെ തന്നെ മാരകായുധങ്ങൾ ഉപയോഗിക്കുക, അത് ക്രിമിനൽ കുറ്റമായി, അത് ആ വകുപ്പുകളടക്കം ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ നിലവിൽ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് വേഗത്തിൽ FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി FIR പരിശോധിച്ച ശേഷം ഇപ്പോൾ ഗവർണറുമായി FIRന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഏതൊക്കെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഗവർണർ പരിശോധിക്കാം. ഇത് പരിശോധിച്ച ശേഷം കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് ഗവർണർ ഒരു സമവായത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കണോ? ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണല്ലോ. അതുകൊണ്ട് തന്നെ FIR കണ്ടു ബോധിച്ച് അദ്ദേഹം ഇതിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി പോവുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഈ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം ഇതിലേക്ക് മടങ്ങി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇത് പരിശോധിച്ച ഏതൊക്കെ വകുപ്പുകളാണ് ഇതിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിനുശേഷം ഈ കാര്യങ്ങളിൽ ഈ പരിശോധിച്ച ശേഷം ഗവർണറുടെ നിലപാട് വ്യക്തമാക്കുക. എന്തായാലും
ഗവർണർ ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ തുടരുന്ന കാഴ്ചയാണ്. അല്ലെങ്കിൽ FIR ലഭിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും ഇവിടെ നിന്ന് ഈ മാറുകയും ചെയ്തത്. ഈ ഗവർണർ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഫ്ഐആറിൽ എന്തൊക്കെ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ പറയുന്നത് ഇതിൽ ഏതൊക്കെ ഈ കേസിൽ മുഴുവൻ പ്രതികളും അത് നേരത്തെ തന്നെ പ്രാദേശിക തലത്തിൽ നിന്ന് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു. ഇപ്പോൾ നിലവിൽ FIR പുറത്തു വരുമ്പോൾ ഈ 13 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകാരുള്ള വകുപ്പുകൾ ഇപ്പോൾ ഗവർണർ ഈ ചുമത്തിയിട്ടുണ്ട്. കാരണം അന്യായമായി ഈ സംഘടിക്കുന്ന കൂടാതെ ആയുധം കൈവക്കൽ അങ്ങനെ ഈ വളരെ ഗുരുതരമായ കുറ്റകൃത്യം ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്ര വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഗവർണർ തുടക്കത്തിലെ പറഞ്ഞത്. ഗവർണറുടെ ഈ ഒരു പ്രതിഷേധം ഗവർണർ തുടക്കത്തിലെ പറഞ്ഞത് ഗവർണറുടെ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ ആ പ്രതികരണം തണുപ്പിക്കുന്ന രീതിയിൽ പോലീസ് ആ നടപടി കൂടുതൽ കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്ന FIR-ൽ ആ കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 10:40 ഈ പ്രതിഷേധം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് പ്രതിഷേധം തുടങ്ങിയതെന്ന് പോലീസ് FIR-ൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവം നടന്ന 1.5 മണിക്കൂറിനുള്ളിൽ FIR അടക്കം ഇട്ടുകൊണ്ട് ഈ പ്രതികളെ പിടിച്ചു എന്നുള്ളതാണ്. പോലീസ് ഈ പ്രതികളെ പിടിച്ചിരിക്കുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് പ്രാദേശിക ആൾക്കാരിൽ നിന്ന് ആരൊക്കെയാണ് ഇവിടെ പ്രതിഷേധിച്ചത് എന്ന് ഗവർണർ കൃത്യമായി വിവരങ്ങൾ തേടിയിരുന്നു. ആ വിവരങ്ങൾ ഗവർണർ സൂക്ഷിച്ചു വെച്ച ശേഷം ഇപ്പോൾ FIR-മായി അത് ഒത്തുനോക്കിയാണ് ഗവർണറുടെ സ്റ്റാഫ് ആ എല്ലാ പ്രതികളെയും അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാവരും ഈ പ്രതിപട്ടികയിലുണ്ടോ എന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ പരിശോധിക്കുന്നത്. അങ്ങനെ കർശനമായ രീതിയിൽ ഗവർണർ അതിന്റെ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഈ സ്ഥലത്ത് നിന്ന് ഗവർണർ പ്രതിഷേധിച്ച സ്ഥലത്ത് നിന്ന് ഗവർണർ എഴുന്നേൽക്കാൻ പോലും തയ്യാറായത് FIR തന്റെ മുമ്പിൽ ലഭിച്ച ശേഷമാണ്. ഈ ഗവർണറുടെ സുരക്ഷാ വാഹനങ്ങൾ അത് ഈ തഹസിൽദാർ മുതൽ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ അകമ്പടി വന്ന വാഹനങ്ങളടക്കം ഇവിടെ കഴിഞ്ഞ 1.5 മണിക്കൂറായി 1.25